പെൻസിലിട്ട് വരച്ചിട്ട് അതിൻ്റെ പുറത്ത് പെണ്ണിട്ട് വരയ്ക്കാൻ പറ്റും. അതും കണ്ണുകൾ. അത് നമുക്ക് കണ്ണാടിയാണ് വയ്ക്കേണ്ടത്. കണ്ണാടി വരയ്ക്കുമ്പോൾ നമ്മുടെ ചെവിയുടെ മുകളിൽ വേണം കണ്ണാടി വരാൻ. ഈ സൈഡും അതുപോലെ വട്ടക്കണ്ണാടിയാണ്. മൂക്കിൻ്റെ അവിടെ ഒരു ജോയിൻ്റ് കൊടുക്കണം. ഇവിടെ നമുക്ക് ഇവിടെ ചെവിയുടെ മുകൾ ഭാഗം വരണം. ചെവിയുടെ മുകളിലാണ് കണ്ണാടി വയ്ക്കുന്നത്. മൂക്ക് വരച്ചു കൊടുക്കുന്നത് ഇത്തിരി നീണ്ട മൂക്കാണ്. ചെറുതായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അത് താടി വരച്ചു കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ താടി വരച്ചു കൊടുക്കാം. അടുത്ത് തലമുടി ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. പ്രായമുള്ള ഒരു ആളാണ്. ഷോളൊക്കെ തോളിലിട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് വേറൊരു അദ്ദേഹത്തിൻ്റെ മകളുടെ പിക്ചറാണ് വരയ്ക്കുന്നത്. മകളെ പോലെയുള്ള ഒരു ആളുടെ പിക്ചറാണ് വരയ്ക്കുന്നത്. ഇനി മൂക്കിൻ്റെ അവിടെ താടി. ഇനി മുടിയാണ് വരയ്ക്കേണ്ടത്. മുടി ഇങ്ങനെ നല്ല ചുരുണ്ട മുടിയാണ്. ചുരുണ്ട മുടിയാണുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ വസ്ത്രമാണ്. ഇനിയൊന്ന് നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് വാട്ടർ കളർ എടുക്കുകയാണ്. വാട്ടർ കളറിൽ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് ഷർട്ടിന് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഷോളിന് ഒരു ഓറഞ്ച് കളർ ഷോളാണ്. ഓറഞ്ച് കളർ ഷോൾ കൊടുക്കുക. അടുത്തതായിട്ട് ആ കുട്ടിയുടെ സാരി ഇത് ഗ്രീനിഷ് കളർ കൊടുക്കുക. അടുത്തതായിട്ട് തലയിലാണ്
മുടിയുടെ നിറം കൊടുക്കുകയാണ്. താടിക്ക് ചെറുതായിട്ടൊന്ന് കളർ കൊടുത്താൽ മതി. താടിയിൽ അല്പം ഒരു വൈറ്റ്നർ കൊടുക്കണം, ചെറുതായിട്ടൊരു വൈറ്റ് കളർ കൊടുക്കണം. തലയിൽ നമുക്ക് അല്പം ഒരു വൈറ്റ് കളർ കൊടുക്കാം. മീശയിലും അല്പം കളർ കൊടുക്കേണ്ടതുണ്ട്. മീശയിൽ അല്പം ഡാർക്ക് കളർ കൊടുത്ത് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. ഇനി അതിനായിട്ട് ഇപ്പോൾ വൈറ്റ് കളർ കൂടെ എടുക്കുകയാണ്. നമുക്ക് ഈ ഉടുപ്പിനെയൊക്കെ ഒന്ന് കറുപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഷാളിൻ്റെ അറ്റം കൂടെ ഒന്ന് ബ്ലൂ കൊടുക്കാം. അടുത്തതായിട്ട് ആ കുട്ടിയുടെ മുടിയിലാണ് നമുക്കൊന്ന് കറുപ്പിച്ച് കൊടുക്കാം. അതിനോടൊപ്പം നിന്ന് ആ ബാക്ക് സൈഡ് നമുക്കൊന്ന് കറുപ്പിച്ച് കൊടുക്കാം. പിന്നെ അപ്പോൾ അത് ഫേസിനൊരു കളർ കൊടുക്കണം. നല്ല വെളുത്ത ശരീരമുള്ള ആൾക്കാരാണ് നമുക്ക്
ഒന്ന് ബ്രൗൺ കൊടുത്തിട്ട് നമുക്ക് അതിനെ വെള്ളയിലോട്ട് മാറ്റാം. അടുത്ത് കുറച്ച് ഒന്ന് എളുപ്പിച്ചു കൊടുക്കാം. കുറച്ചുകൂടി നമുക്ക് എളുപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. ചെണ്ട്